DJ സിബിനും പൂജ കൃഷ്ണയും പൊളിച്ചടുക്കി. ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ ബീബി നൽകിയൊരു ടാസ്ക് ആണ് ഹോട്ട് സീറ്റ്. ശരിക്കും ജാസ്മിനും ഗബ്രിക്കുമായിരുന്നു അത് ഹോട്ട് സീറ്റ്. അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്ന ഗബ്രിയെയും ഉത്തരമുട്ടി പിരിവിട്ടിരിക്കുന്ന ജാസ്മിനെയും കാണാൻ നമുക്ക് സാധിച്ചു. പവർ ടീം മാധ്യമ പ്രവർത്തകരായി വരുമ്പോൾ ടീം നെസ്, ദെൻ ടണൽ എന്നിവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ആദ്യം വരുന്നത് പൂജ കൃഷ്ണയുടെ ടണൽ ടീമാണ്. ഈ പവർ ടീമിൽ അർഹനല്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതാരാണ് എന്ന് ചോദിക്കുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഗബ്രി എന്ന്. ചീട്ടുകൊട്ടാരം ടാസ്കിൽ ഇതേപോലെ റോക്കി തന്റെ ശരീരത്ത് വേണ്ടാത്ത സ്ഥലത്ത് ബോൾ എറിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയ ആളായിരുന്നു ഗബ്രി. അവിടെ വുമൺ കാർഡും അതോടൊപ്പം മെയിൽ കാർഡും ഇറക്കിയ ഗബ്രി ഇപ്പോ ശരണ്യയോട് അത്ര മോശമായി അറ്റാക്ക് ചെയ്തു എന്ന് പൂജ പറയുന്നുണ്ട്. വീണ്ടും അത് ന്യായീകരിച്ചും വേറെ പല ക്വസ്റ്റ്യനുകൾ ചോദിച്ചും അത് മാറ്റിവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായ പോയിന്റ്സിലൂടെ തന്നെ മറുപടി നൽകിയ പൂജ അടിപൊളി ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സിബിന്റെ ടീമായ ടീം നെസ്റ്റിനോടും ഇതേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ആയിട്ട് പോലും ഗബ്രിയെ കൺട്രോൾ ചെയ്ത് നടക്കുന്നത് ജാസ്മിൻ ആണെന്ന് സിബിൻ അവിടെ വെളിപ്പെടുത്തുന്നു. അവർ 2 ടീമിൽ കളിച്ചാലും ഒന്നായിട്ട് തന്നെയാണ് കളിക്കുന്നത് എന്നും സിബിൻ പറയുന്നുണ്ട്. പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്ന വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ ഇവരിവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി താൻ കണ്ടിട്ടുണ്ടെന്നും സിബിൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഗബ്രി ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമ്പോഴും ഗബ്രിയുടെ വാ പൊത്തിപ്പിടിക്കലും ഗബ്രിയെ നുള്ളലും ഗബ്രി സ്റ്റോപ്പ്, ഗബ്രി കമോൺ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗബ്രിയെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് ജാസ്മിൻ. ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് കളിക്കാൻ സാധിക്കില്ല എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. പവർ ടീമിന്റെ ചോദ്യങ്ങൾക്ക് ശേഷം ക്യാപ്റ്റനായ ജാസ്മിൻ ടീമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന മറുപടി മാത്രം നൽകിയാൽ മതിയെന്ന് ജാസ്മിൻ സിബിനോട് പറയുന്നു. യെസ് ഓർ നോ മാത്രം നൽകാനാണെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ സൗകര്യമില്ലെന്ന് സിബിൻ പറയുന്നുണ്ട്. ഞാൻ എന്തുത്തരം പറയണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നും സിബിൻ പറയുന്നു. ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, എന്നാൽ അതിന് എന്ത് ഉത്തരം നൽകണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ ഡിസിഷനാണെന്ന് സിബിൻ പറയുന്നു. കൃത്യമായും വ്യക്തമായുമുള്ള പോയിന്റുകളാണ് സിബിൻ എടുത്തു വെച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനൊരു കണ്ടസ്റ്റന്റിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നത്. ശരിക്കും ഒരു ബീബി മെറ്റീരിയൽ തന്നെയാണ് സിബിൻ. ഓരോ തവണ ഗബ്രിയും ജാസ്മിനും ശബ്ദം മാത്രം ഉയർത്തി ഒരു പോയിന്റുമില്ലാത്ത മണ്ടൻ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ വീട്ടിൽ ഒരാൾ പോലും അവരെ എതിർത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ വ്യക്തമായ കൃത്യമായ പോയിന്റ്സിലൂടെ അവരുടെ വായടപ്പിക്കുന്ന സിബിനെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും ഇപ്പോഴാണ് ബിഗ് ബോസ് വീടായി മാറിയത്. അങ്ങനെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു.